നമസ്കാരം. ഡെയിലി ന്യൂസ് ശുഭദിനത്തിലേക്ക് സ്വാഗതം. അറിവുണ്ടോ എന്നതല്ല, പെരുമാറാൻ അറിയുമോ എന്നതാണ് പ്രധാനമെന്ന് പറയുന്നതിൻ്റെ സമകാലിക പ്രസക്തി എന്താണ്? ഇന്നത്തെ ശുഭദിന ചിന്തയിലേക്ക്. ഡെയിലി ന്യൂസ് ശുഭദിനം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ജോയ ലൂക്കാസ്. പൊന്നണിഞ്ഞ പ്രഭാതത്തിന്റെ അലകളിൽ നിറയുന്ന പുഞ്ചിരികൾ. അതെ, ഇന്ന് ആഘോഷമാണ്. ജോയ ലൂക്കാസ്, ഓരോ ആഘോഷത്തിന്റെയും ആത്മാവ്. ഒരു ജോലിക്കായി അവൾ മുട്ടാത്ത വാതിലുകളില്ല. പല കാരണങ്ങൾ കൊണ്ടും അതെല്ലാം ലഭിക്കാതെ പോയി. ദാരിദ്ര്യം അതിന്റെ പാരമ്യത്തിലെത്തി നിൽക്കുന്നു. അടുത്ത ഗ്രാമത്തിലെ ഒരു ഫാക്ടറിയിൽ ഒരു ക്ലർക്കിനെ വേണമെന്ന വാർത്ത കണ്ട് അവർ അപേക്ഷയുമായി അവിടേക്ക് ഇറങ്ങി. അവൾ കയറിയ ബസ്സിലെ അധികം ആളുകളും ആ ഫാക്ടറിയിലെ ജോലിക്കായി അപേക്ഷയുമായി പോകുന്നവരാണ്. ബസ് ഫാക്ടറിക്ക് മുന്നിൽ നിർത്തിയപ്പോൾ എല്ലാവരും ഇറങ്ങാൻ തുടങ്ങി. അപ്പോഴാണ് ഒരു സ്ത്രീ കാൽ വഴുതി വീണത്. ബസ്സിലുള്ള ആരും അവരെ ശ്രദ്ധിക്കാതെ കടന്നുപോയപ്പോൾ അവൾ അവരെ താങ്ങി എഴുന്നേൽപ്പിച്ചു. കയ്യിലുള്ള വെള്ളം കൊടുത്തു. വസ്ത്രത്തിൽ പറ്റിയ ചെളിയെല്ലാം തുടച്ചു കളഞ്ഞു. അല്പം കഴിഞ്ഞ് അവർ നടന്ന് ഫാക്ടറിയിലേക്ക് പോയി. അപേക്ഷയുമായി മാനേജറുടെ മുന്നിലേക്ക് എത്തിയപ്പോൾ അവൾ അമ്പരന്നു. താൻ സഹായിച്ച സ്ത്രീ അവിടെ ഇരിക്കുന്നു. അതിഥികളെ സ്വീകരിക്കുന്ന ഒരാളെയാണ് ഞങ്ങൾക്ക് വേണ്ടത്. അതിനുള്ള എല്ലാ യോഗ്യതയും നിങ്ങൾക്കുണ്ട്. നാളെ മുതൽ നിങ്ങൾക്കിവിടെ ജോലിയിൽ പ്രവേശിക്കാം, അവർ പറഞ്ഞു. സന്തോഷം കൊണ്ട് അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അറിവുണ്ടോ എന്നതല്ല, പെരുമാറാൻ അറിയുമോ എന്നതാണ് പ്രധാനം. എല്ലാ കാര്യങ്ങളെക്കുറിച്ച് അറിവുണ്ടായിട്ടും അടുത്തിരിക്കുന്നവരെ കുറിച്ച് ഒരറിവുമില്ലെങ്കിൽ എന്താണ് കാര്യം? അവനവന്റെ ചെറുമുറികളിലിരുന്ന് സ്വന്തം പുസ്തകങ്ങളിലേക്കും ജോലിയിലേക്കും കണ്ണു നട്ടിരിക്കുന്നവരെ എങ്ങനെയാണ് സാമൂഹ്യ ജീവികൾ എന്ന് വിളിക്കാനാകുക? ഇത്തരക്കാർക്ക് തൻ്റെ മുമ്പിൽ തളർന്നിരിക്കുന്നവർ പോലും പ്രതിബന്ധമാണ്. വളർത്തിയവരെയും ഒപ്പം നിന്നവരെയും പോലും അവർ തള്ളി പറയും. ഒരാൾക്ക് പോലും ഇതുവരെ താങ്ങായിട്ടില്ലെങ്കിൽ ബഹുമതികൾ കൊണ്ടും സാക്ഷ്യപത്രങ്ങൾ കൊണ്ടും എന്താണ് പ്രയോജനം? നാം ആർക്കെങ്കിലും താങ്ങായാൽ മറ്റാരെങ്കിലും നമുക്ക് താങ്ങായി എത്തുക തന്നെ ചെയ്യും. ശുഭദിനം. ഡെയിലി ന്യൂസ് ശുഭദിനം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ജോയ ലൂക്കാസ്.